ഹലോ ഡിയേഴ്സ്, വീണ്ടും വന്നു മക്കളെ മഞ്ഞയുമായിട്ട്. മഞ്ഞ തയ്ച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ മടുത്തു. പക്ഷേ ഇത് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. ചെയ്യുന്ന സമയം രാത്രി 9 മണിയാണ് ചെയ്ത് തീർന്നപ്പം. അങ്ങനെ വീണ്ടും ഒരു അടിപൊളി മഞ്ഞ കളർ. മഞ്ഞാന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഭയങ്കര മഞ്ഞൊന്നുമല്ല, ഒരു മസ്റ്റർഡ് യെല്ലോ കളർ. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയലാണ്. നല്ല അടിപൊളി മെറ്റീരിയൽ കസ്റ്റമർ കൊണ്ട് തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിന് നമ്മൾ ക്രേപ്പ് ലൈനിങ് ഒക്കെ വെച്ച് ബാക്കിൽ സിബ് കൊടുത്ത് പിന്നെ ക്ലോസ് നെക്ക് ആയിട്ടാണ് ചെയ്യുന്നത്, സ്ലീവ്ലെസ്. അപ്പോൾ ക്രോസ് പീസ് തന്നെ കൊടുത്തിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെയ്ത് ഇതിന് നമ്മൾ പ്ലെയിൻ കളറ് സിഗരറ്റ് ബോട്ടാണ് യൂസ് ചെയ്യണേ. ബോട്ടമാണെങ്കിലും നല്ല ജാം സാറ്റിൻ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതും കസ്റ്റമർ തന്നെ കൊണ്ടു തന്നെ നല്ല അടിപൊളിയായിട്ട്. ഇത് പെട്ടെന്ന് വിളിച്ചിട്ടാണ് ചേച്ചി പറഞ്ഞത്, മോൾക്ക് സ്കൂളിൽ ഇങ്ങനെ ഫെയർവെല്ലാണ് വേണമെന്ന്, നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തുള്ള ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞു ചെയ്തു തരാൻ, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. പിന്നെ ലൈനിങ്ങും എല്ലാം ചേച്ചി തന്നെ കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തയ്ച്ച് തീർക്കുവാണേ. സിഗരറ്റ് ബോട്ടാണെങ്കിലും എനിക്ക് തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിന് പെട്ടെന്ന് പണി തീരും. വെട്ടി പോക്കറ്റൊക്കെ വെച്ച് ടക്കൊക്കെ ഇട്ട് വേസ്റ്റിൽ ഇതുപോലെ നമ്മൾ ഒരു വേസ്റ്റ് ബാൻഡൊക്കെ കൊടുത്ത് ബാക്കിൽ ഇലാസ്റ്റിക് എടുത്ത് ഇലാസ്റ്റിക് അടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പം തയ്ച്ചായിരിക്കും നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പം ഇതെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ട് ഇത് കണ്ട് എന്താ പറയുക, ആൾക്കാർ അഭിപ്രായം പറയും തോറും നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാനുള്ള ഇഷ്ടങ്ങൾ കൂടി വരും. എന്നാൽ ഈ ചില ദിവസം തയ്ക്കണത് മൊത്തം ഒരേ കളറായിരിക്കും. എന്നാലും നമുക്കൊരു സന്തോഷം അവരിട്ട് കാണുമ്പോൾ, നമുക്ക് കൊള്ളാമെന്ന് പറയുമ്പം. പിന്നെ എപ്പോഴും നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ നല്ലതെന്ന് പറയുമ്പം നമുക്ക് കൂടുതൽ അത് ചെയ്യാനൊരു ആഗ്രഹവും ഇഷ്ടമൊക്കെ വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയതും അങ്ങനെ തന്നെയാണ്. ആദ്യം സ്വന്തം ആവശ്യത്തിന് പഠിച്ചെങ്കിലും ചെയ്ത് വന്നപ്പം മറ്റുള്ളവരുടെ അഭിപ്രായം എല്ലാം കേട്ടപ്പോഴാണ് കൂടുതലും ഇതിനോട് ഇഷ്ടം വന്നത്. അങ്ങനെ ഞാനിതെല്ലാം പിന്നെ ഇതെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പോർഷനാണ് നന്നായിട്ട് അയൺ ചെയ്ത് അതിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ എന്നെ സുഖമാണ്. അപ്പോൾ ഇതുപോലെയുള്ള കസ്റ്റമൈസേഷനും ഇതുപോലെയുള്ള ഓർഡറുകളും ഇപ്പം ഞാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കസ്റ്റമൈസേഷൻ ആവശ്യമുള്ളവരും ഇതുപോലെയുള്ള വർക്കുകൾ ആവശ്യമുള്ളവരും ഒക്കെ കോണ്ടാക്ട് ചെയ്യണേ. മെസ്സേജ് അയയ്ക്കുക, ഷെയർ ചെയ്യുക. പിന്നെ എന്താ പറയുക, എന്ത് നിങ്ങൾക്ക് മിസ്റ്റേക്കുകളോ അങ്ങനെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യണത്, വോയിസ് കൊടുക്കണതൊക്കെ. അപ്പോൾ അതിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. നീ വീഡിയോ ചെയ്യുന്നതിൽ അങ്ങനെ കുറച്ച് സ്പീഡ് വരാറുണ്ട്. പിന്നെന്താ പറയണേ, കുറച്ച് ഫേസിൽ ഇപ്പം ഈ വീഡിയോയിൽ എൻ്റെ ഫേസ് ഭയങ്കര ക്ഷീണിച്ചിരിക്കുക. കാരണം എനിക്ക്